ഇഷ്ടത്തിലുള്ള ഇമോജി. ഇപ്പം എൻ്റെ മനസ്സ് ഒരുപോലെയാണ്. എനിക്ക് കസ്റ്റാർഡ് തിന്നാൻ ഭയങ്കരമായിട്ട് പൂതിയുണ്ട് ഗൈസ്. സോ ഐ ഫീൽ ട്രീറ്റഡ്. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഗൈസ്, കസ്റ്റാർഡ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ അടുക്കളയിൽ കയറണം. എന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുക. ആകെ എൻ്റെ കയ്യിലുള്ള കുറച്ച് മുന്തിരിയും ഒരു പോമോഗ്രാനറ്റും ഒരു ആപ്പിളുമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യാം അല്ലേ. മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെച്ച മുന്തിരിയാണ്. സോ ഇതാ ശരി. ഇന്ന് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാ ഇങ്ങേറും. പക്ഷേ ഡേറ്റ് കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ആദ്യം ഇതൊക്കെ കട്ട് ചെയ്തൊരു പരുവാക്കട്ടെ. എൻ്റെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് കേട്ടോ. നിങ്ങൾ ഫ്രൂട്ട്സ് കട തന്നെ വാങ്ങിക്കോ. ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. എന്തുണ്ടോ ഇങ്ങനത്തെ ടിന്നാ. കത്തിയിലൂടെ തുറന്ന് വന്നിട്ട് കിട്ടുകയാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. ഞാൻ ആസ്പത്രിയിലുണ്ടാവും. തുറന്നു. അത് ഇങ്ങനെ കളർ മഞ്ഞളുണ്ടാവുക. മഞ്ഞപ്പൊടി ഇടൂ. ഈ സംഭവം ഇതിനകത്തോട്ട് ആഡ് ചെയ്യട്ടെ കേട്ടോ. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ. അമ്മ ഈ വീട്ടിലത്തെ സ്പൂണുകളിൽ ഏറ്റവും വലിയ മൂത്താപ്പൻ എടുക്കാം. ഇത് തുറക്കണം കേട്ടോ ആദ്യം, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അമ്മ ഇത് എത്ര എടുക്കണം? കുറച്ച് പാലെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം കേട്ടോ. ഇതിലുള്ള ബാക്കി പാല് ഇതിലേക്ക് ഒഴിക്കുകയാണ്. മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവും. ഇത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള സമയമായി. അപ്പൊ ഇതാണ് നമ്മളെ കൺസിസ്റ്റൻസി. ഫ്രിഡ്ജിൽ കയറ്റാം. എന്നിട്ട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരെ ബൗളിലേക്ക് മാറ്റാണ്. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ഇറ്റ്സ് റെഡി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.